ഇങ്ങനെ അടിക്കടി ബോധം കെട്ട് വീഴുന്നത്. നിധി, നീ ഒരു കാര്യം ചെയ്യ്. ഇവിടെ വെളിയിലെങ്ങാനും ജ്യൂസ് കിട്ടുന്ന കടയുണ്ടോന്ന് നോക്ക്. ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുക്ക്. ചെല്ല്, ക്ഷീണം അങ്ങ് മാറട്ടെ. ശരി അമ്മ, ഞാനൊന്ന് നോക്കട്ടെ. നിധി ഒരിക്കലും നിന്നെ ചതിക്കില്ല പാറു, അത് ഉറപ്പ്. ദൈവമേ, ഈ ദുഷ്ടൻ എന്തിനാ അമ്പലത്തിലൊക്കെ വരുന്നത്? അകത്ത് നിർമ്മലാന്റെ ഇരിപ്പുണ്ടല്ലോ, തമ്മിൽ കണ്ട പ്രശ്നമാവും. അമ്മേ, ആകെ പ്രശ്നമായി. നിർമ്മലാന്റെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം. എന്താ, എന്തു പറ്റി? ആ CKC അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. ഞാനിപ്പോ ജ്യൂസ് വാങ്ങാനായിട്ട് ഇറങ്ങിയപ്പോ കണ്ടതാ. അയാൾ കാറിൽ വന്നിറങ്ങി അകത്തേക്ക് കയറി വരുന്നു. അവനും കയറി വരട്ടെ, ഞാനും അങ്ങോട്ട് ചെല്ലാം. ഈ ശ്രീകോവിലിന് മുന്നിൽ വെച്ച് പിടിച്ചു നിർത്തി അവന്റെ ചെവിക്കലിന് 2 പൊട്ടിക്കണം എനിക്ക്. നിങ്ങൾ നിൽക്കേ, ഞാനിപ്പോ വരാം. അമ്മേ, ഇവിടെ നിൽക്കി എങ്ങോട്ടായി പോകുന്നേ? പറയുന്ന കേക്ക് ഒന്നും വേണ്ട. നീ എന്തിനാ എന്നെ തടയുന്നത്? എന്റെ കുടുംബത്തിന്റെ സർവ്വ സമാധാനവും നഷ്ടപ്പെടുത്തിയ ദ്രോഹിയാണ് അവൻ. എന്റെ ഒരു മോനെ അവൻ പിടിച്ചോണ്ട് പോയി എവിടെയോ പൂട്ടിയിട്ടിരിക്കുന്നു. എന്നിട്ട് ആ പേരും പറഞ്ഞ് കള്ളക്കേസും കൊടുത്ത് എന്റെ ഗൗതമിനെ ജയിലിലുമാക്കി. എന്നിട്ട് ആ വൃത്തികെട്ടവൻ ദൈവത്തിന്റെ അനുഗ്രഹം വാങ്ങാൻ വന്നിരിക്കുന്നു. സമ്മതിക്കില്ല ഞാൻ. ആ ദൈവത്തിന്റെ മുന്നിലിട്ട് തന്നെ അവനെ തല്ലണം എനിക്ക്. വേണമെങ്കിൽ നിങ്ങളും വാ, അത് കണ്ട് ആസ്വദിക്കാം. അമ്മ വെറുതെ മണ്ടത്തിനൊന്നും കാണിക്കല്ലേ. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നിർമ്മലാന്റി എങ്ങാനും അയാൾ ഇവിടെ വെച്ച് കണ്ടാ അത് കുഴപ്പമാവും. നിർമ്മല അയാള് കണ്ടാൽ എന്താ കുഴപ്പം? ഇവളവിടെ ജോലിക്ക് പോകുന്നത് പോലും മാസ്ക് വെച്ചിട്ടല്ലേ. ഇത് രണ്ടും ഒരാളാണെന്ന് അയാൾക്ക് അറിയില്ലല്ലോ. എന്റെ അമ്മ, അല്ലാതെ തന്നെ CKCക്ക് നിർമ്മലാന്റി അറിഞ്ഞൂടെ? അത് തന്നെയാ ഞാൻ ചോദിച്ചത്. ഇവിടെ വെച്ച് അയാള് നിർമ്മലയെ കണ്ടൂന്ന് കരുതി എന്താ കുഴപ്പം? ആന്റി എത്ര തവണ അയാള് പിടിച്ചോണ്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയോ? പിടിച്ചോണ്ട് പോകാൻ നോക്കിന്നോ? എപ്പോ? എന്തിന്? അത് പിന്നെ പണ്ട് CKC നടത്തിയ ഒരു കൊലപാതകത്തിന്റെ ദൃക്സാക്ഷിയാണ് അമ്മ ഈ നിർമ്മലാന്റി. എങ്ങനെയെങ്കിലും ആന്റി ഇല്ലാതാക്കാൻ തക്കം പറത്ത് നടക്കുകയാണ് അയാള്. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നമസ്കാരം സാർ. നമസ്കാരം. ഞങ്ങള് ബാക്കി കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുത്തത് കൊണ്ടാ സാറിനെ വിളിച്ച് ഓഫീസിലേക്ക് വരട്ടെന്ന് ചോദിച്ചത്. ഓ, ഒരു ഓഡിറ്റോറിയം പണിയാന്ന് പറയുന്നത് അമ്പലത്തിന് വേണ്ടിയാവുമ്പോ അത് ദൈവത്തിന്റെ കാര്യം തന്നെയല്ലേ. അതിനുവേണ്ടി ഓഫീസിലേക്ക് നിങ്ങളെ വരുത്തുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറ് പറഞ്ഞ പോലെ തന്നെ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ബഡ്ജറ്റ് സാറിന് ഓക്കെ ആണെങ്കിൽ അടുത്ത മാസം 1-ാം തീയതി തന്നെ തറക്കല്ലിടണമെന്ന ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം. ഭഗവാന്റെ കാര്യമല്ലേ, അതില് ഞാൻ ബഡ്ജറ്റ് നോക്കുന്നില്ല. ഒരു ഓഡിറ്റോറിയം പണിയാനുള്ള ലാഭവിഹിതമൊക്കെ മാസാമാസം ദൈവകൃപ കൊണ്ട് എനിക്ക് ലഭിക്കുന്നുണ്ട്. സാറിന്റെ ഈ മനസ്സ് കണ്ടിട്ടാണ് ഒരു പഞ്ഞവും ഇല്ലാതെ ഭഗവാൻ സാറിനെ അനുഗ്രഹിക്കുന്നത്. ഇനിയും നേട്ടങ്ങൾ കൂടുകയുള്ളൂ. അമ്മേ, ചിലപ്പോ അയാള് പ്രദക്ഷിണം ചെയ്ത് തൊഴാനായി ഇതുവഴി വരും. നമുക്കൊരു കാര്യം ചെയ്യാം, വേഗം അപ്പുറത്തെ വഴിയിലൂടെ പുറത്തിറങ്ങാൻ നോക്കാം. എന്നിട്ടേ പോവാം നമുക്ക്. നിർമ്മല, വാ പോകാം, വാ. അയ്യോ, അയാൾ അവിടെ നിൽക്കുന്നു. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. നമുക്ക് ഓഫീസിലേക്ക് ഇരുന്ന് പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ നോക്കിയല്ലോ സാർ. കുഴപ്പമില്ല, ഒരു 15 മിനിറ്റ് സമയം അത്രയും പോരെ? മതി സാർ. ആ, എങ്കിൽ വാ. ഈ ക്ഷേത്രത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന തരുന്ന വ്യക്തി സാറാണ്. ദൈവമാണല്ലോ എന്റെ ശക്തി. പ്രാർത്ഥന, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെയുള്ള ജീവിതം, അത് മാത്രം എന്റെ വിജയമന്ത്രം. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത ജീവിതം പോലും. ദൈവത്തിന് ഇതൊന്നും കാണാനുള്ള ശക്തിയില്ലേ ഭഗവാനെ? അമ്മ വന്നേ, വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം. അയാളിപ്പോ തിരിച്ചു വരും. നിർമ്മലാന്റി വാ, ഞങ്ങളുടെ മുന്നിൽ കയറി നടന്നു. നിർമ്മലാന്റി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എവിടെയെങ്കിലും നിൽക്കാം. ഞാൻ പോയി എങ്ങനെയും ജ്യൂസ് വാങ്ങിയിട്ട് വരാം. ഇനി അതൊന്നും വേണ്ട. ഇവിടെ എങ്ങനെ ജ്യൂസ് കട കാണില്ല മോളെ. നോക്ക് നിർമ്മലെ, നീ ഗൗതമിന് വേണ്ടി വഴിപാടും വ്രതവും ഒക്കെ എടുക്കുന്നത് നല്ലത് തന്നെയാ. അതിലെനിക്ക് വിരോധവുമില്ല. പക്ഷെ നിനക്ക് സുഖമില്ലാത്തതാ, അത് ഓർമ്മ വേണം.
എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു. ഗൗതമിനെ എങ്ങനെയും പുറത്തുകൊണ്ടുവരണം. അതിനി ദൈവാധീനത്തിന്റെ കുറവുണ്ടെങ്കിൽ